കൊണ്ടും കർമ്മം കൊണ്ടും അനുഗ്രഹീതമായ മലപ്പുറത്തിന്റെ മതനിരപേക്ഷ മണ്ണിലൂടെ ഇതാ കടന്നു വരികയാണ് CPIM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്വീകരണങ്ങളൊക്കെ വാങ്ങി മലപ്പുറത്തിന്റെ മതനിരപേക്ഷ മണ്ണിലൂടെ ജാഥ കടന്നു വരികയാണ്. പതാകകളുടെ നിറവേറുന്നതിനപ്പുറം ജാതിയുടെയും മതത്തിന്റെയും ആരംഭിച്ചപ്പോൾ 10,000 കേരളത്തിലെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി ഈ ജാഥ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇത് കടന്നു വന്ന വഴികളിൽ ആയിരങ്ങൾ 10,000 അണിനിരന്നുകൊണ്ട് ഈ ജാഥയെ വരവേറ്റപ്പോൾ ഒരു കാര്യം അസന്നദ്ധമായി പ്രഖ്യാപിക്കുന്നു. ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ഓരോ സ്വീകരണ സമ്മേളനങ്ങളിലും തടിച്ചുകൂടുന്ന 10,000 പേർ നമ്മോട് വിളിച്ചു പറയുന്നത്. ഇനി നമുക്ക് വിശ്രമമില്ലാത്ത ദിനങ്ങളാണ് ഈ രാജ്യത്ത് വരാൻ പോകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെറിയ ചില പോരാട്ടങ്ങളേറ്റു. തെറ്റിദ്ധാരണയുടെയും നുണപ്രചരണങ്ങളെയും അവിശ്വസിച്ചു പോയ ഒരു ജനത. പക്ഷെ ഞാൻ പറയുന്നു, 2015 ജയിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. 2021 99 സീറ്റുകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വന്നു. പിണറായി ഗവൺമെന്റ് 2ാമതും അധികാരത്തിൽ വന്നു. ഞങ്ങൾ കരുതുന്നു ഈ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും സഹോദരന്മാരെയും ഈ നാട്ടിലെ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. കയ്യിൽ നീട്ടി സ്വീകരിച്ച വികസന മുന്നേറ്റ ജാഥയുടെ ക്യാപ്റ്റനും CPIM സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഉജ്ജ്വലനായ നേതാവുമായ സഖാവ് MP ഗോവിന്ദൻ മാസ്റ്റർ കടന്നു വരികയാണ്. ഹൃദയാഭിവാദ്യം അർപ്പിക്കുക പ്രിയമുള്ളവരെ.
പ്രിയപ്പെട്ടവരെ, സംസാരിക്കുന്നതിന് വേണ്ടി വികസന മുന്നേറ്റ ജാഥയുടെ ക്യാപ്റ്റനും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവുമായ സഖാവ് MP ഗോവിന്ദൻ മാഷെ സ്നേഹാദരങ്ങളോടെ സംഘാടക സമിതിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ KT ജലീൽ MLA, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞങ്ങളുടെ ജാതിയോടൊപ്പം സഞ്ചരിക്കുന്ന ജാഥാംഗങ്ങൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള LDF-ന്റെ ജില്ലാ നേതാക്കൾ, സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കൾ, കേരളത്തിന്റെ വടക്കേ അറ്റമായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത് ഈ ദിവസങ്ങളിലെല്ലാം വടക്കൻ മേഖലയിലുള്ള എല്ലാ ജില്ലകളും കടന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇവിടെ എത്തിച്ചേർന്നു. ഈ ജാഥ കടന്നു വന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആവേശപൂർവ്വം എത്തിച്ചേർന്നത്. ജാഥയിൽ ഞങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്വീകരണമെന്നൊന്നും ഞങ്ങൾ ധരിക്കുന്നില്ല. അല്ലാതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും ഗവൺമെന്റിനെതിരായും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ചേർത്തുകൊണ്ട് കള്ളപ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കി അതിലൂടെ മാത്രമേ ഞങ്ങളിത് അവസാനിപ്പിക്കുള്ളൂ എന്ന് പറയാതെ പറഞ്ഞ് ഇവരെല്ലാം കൂടി ചേർന്ന് ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും ഗവൺമെന്റിനെയും ആക്രമിക്കുകയാണ്. ഈ അക്രമത്തെ പ്രതിരോധിക്കാൻ ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരായ ജനങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഈ ഞങ്ങളുടെ ജനകീയ മുന്നേറ്റം. ജനങ്ങളിതിന് സന്നദ്ധമായി രംഗത്ത് വന്നിരിക്കുന്നു. എല്ലാ കള്ള പ്രചരണങ്ങളെയും അപവാദങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾ ഈ ജാഥയിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കുറേ കാര്യങ്ങൾ ജാഥയുടെ മാനേജരും ജാഥാംഗങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു. ആവർത്തനത്തിലേക്ക് കടക്കാനൊന്നും ഞാൻ മുതിരുന്നില്ല. 2 കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതിന് ഒരുപാട് ഉപവിഭാഗങ്ങൾ എത്ര പ്രസംഗിച്ചാലും തീരാവത്ര കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, കേരളം ഇപ്പോൾ BJP-ക്കാരും RSS-കാരൊക്കെ പറയുന്നത് ഈ കേരളത്തിൻ്റെ ഭൂതകാലത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ ആശാപാലനം, പിന്നെ ചാതുർവർണ്ണ വ്യവസ്ഥ, പിന്നെ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മനുസ്മൃതി, പിന്നെ സനാതനധർമ്മം, ഇങ്ങനെ കുറേ പദങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നൊരു ഭയങ്കരമായ ഭൂതകാലം എന്നാണ് പറയുന്നത്. അസംബന്ധം. ഈ പറയുന്ന ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ചരിത്രത്തിൽ സനാതനധർമ്മത്തിന്റെ കാലം ഏത് കാലം? ചട്ടമ്പി സ്വാമികൾ എന്ന ഈ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ശുഭ്രവസ്ത്രധാരിയായിട്ടുള്ള ഒരു സ്വപ്നം കണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന തികച്ചും അസംബന്ധമായ കാര്യമാണ് RSS-കാരും BJP-ക്കാരും കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് അവതരിപ്പിക്കുന്നത്.
ഊഹാപോഹങ്ങളാണ്, ഐതിഹ്യങ്ങളാണ്. ഇവിടെ EMS കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭൂതകാല ചരിത്രം വളരെ വളരെ ജീർണമായ ഒന്നായി. ഒരു സംശയവും വേണ്ട. ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥക്കുമേലെ ബ്രിട്ടീഷ് ആധിപത്യം കൂടി ചേർന്നാൽ എന്താകുമോ അതായിരുന്നു കേരളത്തിന്റെ ചിത്രം. പാവപ്പെട്ട മനുഷ്യന് എന്തു ചെയ്യാനും അവകാശം.